ഉസേ ബുലാവോ ആ ബൈ ഇതറാജ എന്ന് പറഞ്ഞാൽ ഇവിടെ വാ. ഉസേ ബുലാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവനെ വിളിക്കി. അത് അവളായാലും ശരി ഉസേ ബുലാവോ എന്ന് തന്നെ പറയാം. ഉസേ ബുലാവോ അവനെ വിളിക്കി ബൈ ഇതറാജ ഇവിടെ വാ ഏ ജഗ ക്യൂ ആയ ഏ കോമ്പൗണ്ട് മേ ക്യൂ ആയ. അപ്പോൾ മോനെ ഓൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. മേ അപ്നി ബായി കെ ലിയെ ബോൾ രഹാ ഹൂം. അവൻ്റെ മറുപടി അതാണ്. മേ അപ്നി കെ ലിയെ ബാത് കർനെ കെ ലിയെ ആയ. അങ്ങനെയും പറയാം. ബാത് കർനെ കെ ലിയെ ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടി ആയ വന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് മേ അപ്നി ബായി കെ ലിയെ ബോൾ രഹാ ഹൂം. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി. ബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനും. മേ അപ്നി ബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അപ്നി എൻ്റെ തന്നെ. മേ അപ്നി ബായി കേലിയെ വേണ്ടി എന്നാണ്. ബായി കേലിയെ ബോൾ രഹാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് അപ്നി കേലിയെ ബോൾ രഹാവും. ഞാൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ ബായിക്ക് വേണ്ടിയിട്ട്, എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അപ്നെ ബായി കേലിയെ ആയ ബായി അപ്നി ബായി കെ ബാരെ മേ ബോൾനെ കേലിയെ ആയ. അങ്ങനെ പലതും ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ എഴുതിയെന്നുള്ളൂ. അപ്നി ബായി കേലിയെ ബോൾ രഹാവും. ഞാൻ അതിൻ്റെ ബായിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ ബായി ചെയ്ത സഹോദരനെ ചെയ്ത വിവരക്കേട് ഇവിടെ എത്രയൊക്കെ കുറ്റക്കട കളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യോ. ഉസ്കെലിയെ ബഹുത് ഷർമിന്ദായ ലജ്ജിക്കുന്നു. നാണം കെട്ട് ഉസ്കെലിയെ അതിന് ഞങ്ങൾ ബഹുത് ഷർമിന്ദായ വളരെയധികം ലജ്ജിക്കുന്നു. ഇക്കാര്യത്തിൽ വളരെയധികം ലജ്ജിക്കുന്നു. ഉസ്കെലിയെ ബഹുത് ഷർമിന്ദായ വളരെ ലജ്ജിക്കുന്നു സാർ. പക്ഷെ എന്ത് ചെയ്യാൻ, ബായി ആയിപ്പോയില്ലേ. ഉസ്കെലിയെ ബഹുത് ഷർമിന്ദായ ഞങ്ങൾ വളരെയധികം ഷർമിന്ദാണ്, ലജ്ജിക്കുന്നതെന്നാണ്. ബഹുത് ഷർമിന്ദായ. ഉസ്കെലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഉസ്കെലിയെ ബഹുത് ഷർമിന്ദായ ഇതിനെക്കുറിച്ച് വളരെയധികം ലജ്ജിക്കുന്നു. ഉസ്കെലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെതും പറയും കേട്ടോ. ഉസ്കെലിയെ എന്നുള്ളതിൻ്റെ അർത്ഥം ഉസ്കെലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി, അവള് വേണ്ടി. ഉസ്കെലിയെ ക്യാലായ ഹേ ഭായി. അവന് വേണ്ടി എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. ഉസ്കെലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി, അവൾക്ക് വേണ്ടി എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഉസ്കെലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നാവിൻ തുമ്പത്തിങ്ങ് കടന്നു വരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതിനാണ് ക്ലാസ്സുകൾ ഓരോന്ന് പറയും. ഇപ്പം കുറേ വീഡിയോസ് ചെയ്തില്ലേ, ബാക്കിത്തൊക്കെ ക്ലാസ്സുകൾ ദിവസം കാണുന്നതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുക. ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ഹിന്ദി സൂപ്പറാക്കാം അല്ലേ. എന്ത് പറയുന്നത് കേട്ടോ. ഉസ്കെലിയെ ബഹുത് ഷർമിന്ദായ വളരെയധികം ലജ്ജിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഉസ്കെലിയെ ക്യാലായ ഉസ്കെലിയെ അവന് വേണ്ടി അല്ലെ അവൾക്ക് വേണ്ടി ഇതൊക്കെ അർത്ഥം ഒരേ തന്നെ വരുന്നത്. ഉസ്കെലിയെ ക്യാലായ ഞങ്ങൾ എന്തെല്ലാമാണ് മോനെ, എന്തെന്ത് എന്നാണ് അർത്ഥം. എന്തെല്ലാമാണ് ലായ കൊണ്ടുവന്നിരിക്കുന്നത്. ഉസ്കെലിയെ ക്യാലായ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്കെലിയെ ബഹുത് ഷർമിന്ദായ എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ലജ്ജിക്കുന്നു. मैं अपनी बाई के लिए माफ़ी मांगना चाहता हूँ. ഓനെ നിങ്ങളൊന്നും ചെയ്യരുത്. എനിക്കൊരു വിവരക്കേടുണ്ട്. ഓരോ പൊട്ടൻ വയസ്സുകൊണ്ട് പൊട്ടത്തരം കൊണ്ട് ചെയ്തു പോയതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒന്ന് വെറുതെ വിട്. ബായി കേലിയെ സഹോദരന് വേണ്ടിയിട്ട് मैं अपनी बाई के लिए माफ़ी मांगना चाहता हूँ. മാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കും. മാഫി മാഗ്ന ചാഹത്താവും ആഗ്രഹിക്കുന്നു. എന്തിനാഗ്രഹിക്കുന്നു? ചാഹത്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നു. മാഫി മാഗ്ന ചാത്താവും എന്താ വെച്ചാൽ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മാഫി മാഗ്ന എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കുക. മാഫി മാഗ്ന ചാത്താവും ക്ഷമ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ചാത്താവും ഞാൻ ആഗ്രഹിക്കുന്നു. ബൈ ഒക്കെ മനസ്സിലായില്ലേ? ഇന്ന് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കുറച്ച് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ കാണാം. നന്ദി.